ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ബാറ്റിൽ റോയലാണ്. ബാറ്റിൽ റോയൽ നമ്മൾ കൂടുതലും വൺ ടാപ്പ് അടിക്കാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മളിത് സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് നെക്സ്ട്ര എന്ന മാപ്പാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് പതിയെ ഇറങ്ങാം. ഇതിൻ്റെ അകത്ത് കൂടുതലും വുഡ് പെക്കറും M80യും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം അടിക്കാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമ്മൾ ഇത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് എങ്ങനെയുണ്ടെന്നൊക്കെ പറയുക. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഒരു മാഗാണ് കിട്ടിയിരിക്കുന്നത്. മാഗ് നല്ലോണം കുത്തിപ്പിടിച്ച് കളിക്കാനുള്ളതാണ്. നമുക്ക് വൺ ടാപ്പൊന്നും അങ്ങനെ അധികം അടിക്കാൻ പറ്റില്ല. പിന്നെ ഒരു P90 കിട്ടിയിട്ടുണ്ട്. P90യും അത്ര ഒന്നും അടിക്കാൻ പറ്റില്ല. പിന്നെ കുറച്ച് കോയിൻസൊക്കെ എടുത്തേക്കാം. നമുക്ക് വല്ലതും വാങ്ങാനോ വല്ല ബുള്ളറ്റൊക്കെ തീരുമ്പോൾ നമുക്ക് വല്ലതും അടിക്കാനോ അങ്ങനെ വല്ല ആവശ്യത്തിന് എടുക്കാം. നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു വെസ്റ്റ് കിട്ടിയിട്ടുണ്ട്, ഗ്രനേഡ് കിട്ടിയിട്ടുണ്ട്, കുറച്ച് കോയിൻസ്. പിന്നെ നമുക്ക് ഈ ഒരു ഗണ്ണ് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് UMP ഇത് നന്നായിട്ട് നമുക്ക് ഹെഡൊക്കെ കയറ്റാൻ വേണ്ടി പറ്റും. ഇത് വേറെ ഇത് വേണ്ട, മറ്റേ AWM പോലത്തെ ഗണ്ണാണ്. മാഗ് വേറെ അടക്കണ്. ഈ കളി നമ്മൾ എപ്പോഴും മറ്റേ വൺ ടാപ്പാണല്ലേ, അത് കാരണം ഈ ബേബി M80 എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുകയാണ്, നമ്മൾ സെർച്ച് ചെയ്യുകയാണ് മറ്റേ M80ക്കും വേറെ വല്ല വൺ ടാപ്പ് ഗൺസിനും. അങ്ങനെയൊന്നും കിട്ടിയില്ല. നമുക്ക് തിരഞ്ഞു നോക്കാം. പിന്നെയും കുറച്ച് കോയിൻസ്. കുറേ തിരഞ്ഞു, പക്ഷേ അങ്ങനെ ഒന്നും കിട്ടിയില്ല. നമുക്ക് ഇനി പോയി വാങ്ങാം. ഇത് ABC കിടപ്പുണ്ട്. അപ്പോൾ അതൊരെണ്ണം വാങ്ങിയിട്ടുണ്ട് നമ്മൾ. UMP പോയി. UMP എടുത്തിട്ടുണ്ട്. നമുക്കിനി പതിയെ ഒന്ന് അടി തുടങ്ങാം. ഫരാഫൽ വേണോ വേണ്ട? അപ്പോൾ നമ്മൾ ഇന്ന് അടി തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് എനിമിനെ കണ്ടു, അടി കൊണ്ടില്ല, വേറൊരുത്തന്നെ എടുത്തു. ഇത് അടുത്ത എനിമിനെ കണ്ടു, പക്ഷേ അതൊരു കില്ലി. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് ചെന്നു. കില്ലി എവിടെ? അതാണ് എൻ്റെ സംശയം. കില്ലി സൈഡിൽ. ABC കിട്ടിയില്ല. കില്ലി രക്ഷപ്പെട്ടു പോയി. വൺ ടാപ്പ് അടിക്കാൻ നോക്കി, അയില കയറുമോ? വൺ ടാപ്പ് ഹെഡ് ഷോട്ട്. ഇതേ അടുത്ത എനിമി വന്നിരിക്കുന്നു. സെക്കൻഡ് വൺ ടാപ്പ്, തേർഡ് വൺ ടാപ്പ്. നല്ല നൈസായിട്ട് സൂപ്പറായിട്ട് അടിക്കാൻ പറ്റുന്നുണ്ട് നമുക്ക്. അപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റാർട്ടിങ് അല്ലേ, നമുക്ക് പതിയൊന്ന് കളിയൊക്കെ എടുക്കാൻ പണിയായിരിക്കും. പക്ഷെ കുറച്ച് നേരം കഴിയുമ്പോൾ നല്ലോണം വൺ ടാപ്പൊക്കെ നൈസായിട്ട് കയറും. അടുത്ത എനിമി വൺ ടാപ്പ് അടിക്കാൻ പറ്റുമോ? നോ, ബോഡി ഷോട്ട്. വേറെ ഏത് എനിമി കുറച്ച് ഡാമേജ് കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത എനിമിയെ തപ്പി പോവാം. ആരുടെയെങ്കിലും മറ്റേ M80യും അതൊക്കെ ഉണ്ടെങ്കിൽ നൈസായിട്ട് അങ്ങോട്ട് അടിച്ചിട്ട് അങ്ങോട്ട് എടുക്കാം. പക്ഷേ ആരുടെ ഒന്നും കാണാനൊന്നുമില്ല. ഇവിടെ നിന്ന് കുറച്ച് നിൽക്കാം. ആദ്യം അടുത്ത എനിമിനി വൺ ടാപ്പ് കയറുമോ? കയറിയില്ല. ബേബി ഷോട്ട് ഗൺ വെച്ചിട്ട് അടിക്കാൻ നോക്കിയതാണ്. കയറുമോ? കയറിയില്ല. മൂമെൻ്റൊക്കെ ഇട്ടൊക്കെയാണ്. കയറിയില്ല. അവസാനം കുത്തി പിടിച്ച് കൊല്ലാൻ നോക്കിയിട്ടും കയറിയില്ല.
കൊന്ന്. അടുത്ത എനിമി. ഈ എനിമി ആരാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്? അതെ, എനിമി ഓടുന്നു. ബോഡി ഡാമേജ് ആണല്ലോ കയറണത്. അത്ര ഒന്നും മര്യാദ കയറണില്ല. ആ ബേബി M80. യെസ്, ദാറ്റ്സ് ദി ബേബി M80. എങ്ങനെ ഉണ്ടായിരുന്നു മോനെ അടി? ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത്. അടി നൈസായിരുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ M80 തപ്പി നടക്കുകയാണ്. ഇവൻ്റെ ലൂട്ട് ബോക്സിൽ M80 കിടക്കുന്നു. ഇതിൻ്റെ അകത്ത് ഓക്കെ. ഇനി നമ്മൾ M80 ഒക്കെ വെച്ച് അടിക്കാൻ നടക്കുന്നത്. അടുത്ത എനിമി എവിടെ? ഓക്കെ, നമ്മൾ തപ്പി നടക്കുകയാണ്. ഇവൻ്റെ ലൂട്ട് ബോക്സിൽ കുറച്ച് ബുള്ളറ്റ്സ് ഉണ്ട്. അത് മതി. ഓക്കെ, വേണ്ടാത്ത കുറച്ച് സാധനങ്ങളൊക്കെ കളയാം. ബാഗ് ഫുള്ളായിരുന്നു. ഓക്കെ, ഇനി മിഷനെ തപ്പി പോവാം. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഓക്കെ ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത എനിമീസിനെ തപ്പി പോവാം. അവിടെ ഒരു അടി കിടക്കുന്നുണ്ട്. നമുക്കപ്പോൾ അങ്ങോട്ടൊന്ന് നൈസ് അടി എന്നിട്ടൊന്ന് കളി നോക്കാം. അവിടെ എത്ര പേരുണ്ട്, ആരൊക്കെ കൂടിയാണ് അടി ചെയ്യുന്നത്? 3 നിമിഷമാണ്. അവിടെ മുമ്പിലായിട്ട് കുറച്ച് പേരൊക്കെ കിടപ്പുണ്ട്. അവിടെ ഓക്കെ, റണ്ണിങ് 1 ടാപ്പ്. ഓക്കെ, ബുള്ളറ്റ്സ് കിട്ടിക്കുന്നുണ്ട്. ABC വെച്ച് അത് കയറുന്നില്ലല്ലോ. അതും കയറുന്നില്ല. അപ്പം നമുക്ക് അവനെ പതിയൊന്ന് ഓക്കെ. 1 ടാപ്പ് കഷ്ടപ്പെട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നു. അത്ര ലോങ്ങിലൊക്കെ ABC വെച്ച് കയറാൻ കുറച്ച് പണിയാണ്. അതാണ് കുറച്ച് നൈസായിട്ടൊന്ന് നോക്കണത്. പിന്നെ നമുക്ക് അടുത്ത നിമിഷം തപ്പി നോക്കാം. നമ്മൾ 10 കില്ല് ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് മുമ്മറ്റൊക്കെ ഇട്ടിട്ട് ആ എനിമിയെ ഒന്ന് അടിക്കാൻ നോക്കാം. ഓക്കെ, ചാടി വന്നു. കൊണ്ടില്ല. കൊള്ളുമോ നിങ്ങൾ പറയൂ. ബോഡി. വേറെ ഏതോ എനിമി കുറച്ച് ഡാമേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് എൻ്റെ മറ്റേ ബുയ്യനായിട്ട് കാരണം എനിക്ക് കുറച്ചും കൂടി നല്ലോണം മറ്റേ HP കയറുന്നുണ്ട്. അടുത്ത 1 ടാപ്പ്. അയ്യോ, എനിമീസൊക്കെ എങ്ങടാ ഓടിപ്പോകണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എല്ലാ എനിമീസും അങ്ങോട്ട് ഓടിപ്പോകാനുള്ള അവിടെ എന്തോ പ്രത്യേകത ഉണ്ട്. അപ്പം ഞാനും അങ്ങോട്ടൊന്ന് ഓടാം. ആരെങ്കിലും അടിച്ചിടാൻ പറ്റുമോ നോക്കട്ടെ. ഓടാം. എൻ്റെ ലൂട്ട് ബോക്സിൽ വല്ലതുണ്ടോ? കുഴപ്പമില്ലാണ്ട്. അടുത്ത എനിമിനെ നമ്മൾ ബോഡി അടിച്ച് നമ്മൾ കില്ലെടുത്തിട്ടുണ്ട്. നമ്മൾ അടുത്തത് അവിടെ 2-3 എനിമീസൊക്കെ ഉണ്ട്. അടുത്ത എനിമിനെ നമ്മൾ സ്പോട്ടാക്കി. ഹെഡ് കയറുമോ? അയ്യോ, എൻ്റെ കൈ തട്ടി. എല്ലാ എനിമീസും പിന്നെയും ഒരു സ്ഥലത്തേക്ക് ഓടിപ്പോകുന്നു. ഇതാ അടുത്ത 1 ടാപ്പ്. അടുത്ത ബോഡി കയറിയിട്ടുണ്ട്. രണ്ട് എനിമി. അടുത്ത 1 ടാപ്പ്. അവിടെ 3 എനിമീസ് ഇപ്പോൾ ഉണ്ട്. നമുക്ക് ഭാര്യ നൈസായിട്ട് അടിച്ചു നോക്കാം. 1 ടാപ്പ്. അടുത്തൊരു 1 ടാപ്പ് അറിയിക്കുന്നു. നമുക്ക് അടുത്തൊരു 1 ടാപ്പ്. നമുക്കിപ്പോൾ 19 കില്ലായി. 1 കില്ലും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 20 കില്ലാവും.
ഇത് അടുത്തൊരു 20ാമത്തെ കില്ല് ഇതാ നമുക്ക് കിട്ടിയിരിക്കുന്നു. ഇത് അടുത്ത ഇനി 4 ലൈവും കൂടെ ഉള്ളൂ. നമുക്കപ്പോൾ ഇതിൻ്റെ അകത്ത് ബുയ അടിക്കാൻ പറ്റുമോ? കുറച്ച് മൂമെൻ്റൊക്കെ ഇട്ടിട്ട് കയറിയില്ല. യെസ്, M18 കൊണ്ടൊരു പെർഫെക്റ്റ് OP 1 ടാപ്പ്. നമുക്കപ്പോൾ ABC മാറ്റിയിട്ട് നമുക്കൊരു വുഡ് പെക്കർ എടുത്ത് കളിക്കാം. Woodpecker. I don't like it. But woodpeckers likes me. I cannot avoid it. ഇത് അടുത്ത എനിമി കാലിട്ടൊരു വെടിയുണ്ട്. ദയായും ഞങ്ങാടും ഇങ്ങോട്ട് ഓടുന്നു. നമുക്ക് തിരഞ്ഞിട്ട് പോയി അടിക്കുക. സോണി പോയി ചാണതിന് മുമ്പ് നമുക്കൊരു ഗ്ലൂ വാൾട്ട് കൊടുക്കാം മുമ്പിൽ. ഓക്കെ. ഇത് അടുത്തൊരു AB വുഡ്പെക്കർ വെച്ചൊരു 1 ടാപ്പ്. ആരും എന്നെ വേറെ സ്ഥലത്ത് നിന്ന് അടിക്കുന്നു. സൈഡിൽ നിന്നാണ് അടിക്കുന്നത്. ഓക്കെ. അടുത്തത് അത് കുറച്ച് ചെറിയ കയറിയില്ല. അവനെ നമുക്ക് ബോഡി അടിച്ചു കൊല്ലാം. ഓക്കെ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പിന്നെ ചില ദിവസങ്ങൾ നമ്മൾ ലൈവ് ഇടുന്നതായിരിക്കും.